Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇത് നിങ്ങൾ ഏറെ കാലമായി കേൾക്കാൻ കൊതിച്ചത്, ഐശ്വര്യമുള്ളതും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായ ഒരു ശുഭവാർത്ത ഈ വ്യക്തി നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ വി ആർ ലുക്കിംഗ് ഫോർ 8 കാർഡ്സ് ആൻഡ് ലാസ്റ്റ് നമ്മൾ കുറച്ച് ക്ലൂസ് ആൻഡ് കാര്യങ്ങൾ എടുക്കുന്നതായിരിക്കും. സോ നമുക്ക് എന്താണ്, നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം, ഒട്ടും വൈകിക്കണ്ട. സോ എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. നിങ്ങളെ തേടി വരാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിട്ടുള്ളത്. ഓക്കെ, എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങളെ തേടി വരാൻ പോകുന്ന ആ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് നോക്കാം. ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ. ലെറ്റ് us see what will be the energy. ഹാപ്പിനെസ് ആണ്. ആൻഡ് ഓൾസോ വി ക്യാൻ സീ one butterfly in the color of blue. ഓക്കെ, അപ്പോൾ മേ ബി ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അല്ലെങ്കിൽ യു ഓൾ ബോത്ത് രണ്ടുപേരും ഒരു ബ്ലൂ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ബ്ലൂ കളർ റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകണം. അത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ, ഈ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴോ, നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ, ഇതിനെല്ലാം ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്ലൂ ബട്ടർഫ്ലൈ. ആൻഡ് ഓൾസോ ആ ഒരു ബ്ലൂ ബട്ടർഫ്ലൈ തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, അത് എനർജി എന്നും പറയാം, ഇൻഫോർമേഷൻ എന്നും പറയാം. ഓക്കെ, ആ ഒരു മെസ്സേജ്, ഓക്കെ, സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഈ ഒരു ബ്ലൂ ബട്ടർഫ്ലൈനെ കാണുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് വളരെയധികം ബ്യൂട്ടിനെയും അറ്റ് ദ സെയിം ടൈം അട്രാക്ഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണ് നല്ല രീതിയിൽ തന്നെ വർക്കാകാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ സന്തോഷവതിയായിട്ട് നിൽക്കുന്ന ഒരു ലേഡിയെ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാർഡിലല്ലേ നമുക്ക് ഇവിടെ ഒരു പെണ്ണിനെയാണ് കാണാൻ പറ്റുന്നത്. അത് സന്തോഷപൂർവ്വം ഡാൻസ് ചെയ്യുന്ന ഒരു കാർഡാണ്. സന്തോഷത്തോടെയാണ് ആ ഡാൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയോ ആഗ്രഹിച്ചു, അത് യാഥാർത്ഥ്യമാക്കി കൈ കിട്ടി, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, നമ്മൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, അല്ലെങ്കിൽ ചിലവർ നൃത്തം ചെയ്യും, ചിലവർ പാട്ട് പാടും, ചിലവർ ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കഴിക്കും, ചിലവർ മറ്റുള്ളവരോട് ഈ സന്തോഷം പറഞ്ഞ് പങ്കുവെച്ച് ആസ്വദിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജിയിലുള്ള കാർഡാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നിങ്ങളല്ല നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഇത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. അത് ഓൺ ദ വേ ആണ്. ആൻഡ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ഡിനോട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇതൊരു അട്രാക്ഷനെ സൂചിപ്പിക്കുന്നു. വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മളുടെ ഡെയിലി ജീവിതത്തിൽ, നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളുടെ സോളിനെയും നമ്മളുടെ കണ്ണിനെയും ഹൃദയത്തെയും ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതും, അതായത് ആകർഷിപ്പിക്കുന്നതും ആഗ്രഹിപ്പിക്കുന്നതുമായിട്ടുള്ള എന്ത് കാര്യമാണോ, അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാകാം, കൂടുതലും റിലേഷൻഷിപ്പ് തന്നെയാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. സോ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നടക്കേണ്ട ചില റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു സംസാരമാകാം, നേരിട്ടുള്ള കോണ്ടാക്റ്റ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലാകാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പലതവണയും അത് ഫെയിലായി പോയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അത് നിങ്ങളുടെ കൺമുന്നിൽ അത് യാഥാർത്ഥ്യമാക്കി വരാനായിട്ട് പോകുന്നു. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം, സമാധാനം,
ഒരു സെലിബ്രേഷൻ എനർജിയാണ് നിങ്ങളെ തേടി വരുന്നത്. അവിടെ നിങ്ങളുടെ സൗന്ദര്യം നല്ല രീതിയിൽ ഇംപ്രൂവ് ആകുന്നുണ്ട്. നിങ്ങളുടെ സ്കിന്ന് വളരെയധികം തിളങ്ങാൻ തുടങ്ങും. ഇതിനോടകം അത് തുടങ്ങിയിട്ടുണ്ടാകാം. സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ മാറുന്നതായിട്ട് കാണിക്കുന്നു. മുടി കൊഴിച്ചില്, സൗന്ദര്യപ്രദമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബ്യൂട്ടി വസ്തുക്കൾ, സൗന്ദര്യവർദ്ധന വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസും അട്രാക്ഷൻ പവറും ആ ഒരു എനർജി, ആ ഒരു അത്രയും ഒരു എനർജി നിങ്ങളുടെ ചുറ്റിനും വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സപ്പോസ് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കപ്പിൾസിനെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ എവിടേക്കോ ആഗ്രഹിച്ചു, മനസ്സുകൊണ്ട് നന്നായിട്ട് ആഗ്രഹിച്ചു, പിന്നെ അത് നിങ്ങൾ വിട്ടുകളഞ്ഞു. അതായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള, നിങ്ങളുടെ കണ്ണിനെ എന്താ പറയാ, കുളിർമ, അതായത് നമ്മൾ പറയില്ല ഒരു ഒരു രോമാഞ്ചം, ഓക്കെ, അതൊക്കെ വരുന്ന രീതിയിലുള്ള എന്തൊക്കെ കാര്യമാണോ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല മനസ്സോടെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യവും കൂടി ആയിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റിൽ ഈ പറയുന്ന കാര്യവും ഉണ്ടാകും. ഇപ്പൊ ഈ വരാൻ പോകുന്ന കാര്യവും ഉണ്ടാകും. അത് നിങ്ങൾക്ക് അത് നിറവേറ്റാൻ പറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് നിങ്ങളെ അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു, ലൈഫിലേക്ക് വരുന്നു. അതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, ഈ വ്യക്തിയുടെ എനർജിയിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ എന്താണ് എന്ന് നോക്കാം. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ വരുന്ന, അല്ലെങ്കിൽ ലൈഫിൽ വരുന്ന പ്രത്യേകതകൾ അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതാണ് സെക്കൻഡ് കാർഡ്. നമുക്ക് നോക്കാം. കരിയർ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സക്സസ് ആണ്. ഓക്കെ, അപ്പൊ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സക്സസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു മരം കാണിക്കുന്നുണ്ട്, ഒരു ട്രീ ആണ്. അത് വളരെ നല്ല ഉറപ്പോടെയാണ് നിൽക്കുന്നത്, വളരെ ശക്തമായിട്ട് ഉറപ്പോടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു അടിയുറപ്പ്, അടിത്തറ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു കരിയർ പരമായിട്ടുള്ള സക്സസ് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. അതിലൂടെ ഈ പേഴ്സണെ തേടി വന്നിട്ടുള്ളത് അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഓക്കെ, അഭിമാനപരമായിട്ടുള്ള നിമിഷങ്ങളാണ്. അഭിമാനം എന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും അത്രയും കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ വ്യക്തിക്ക് പലവരുടെയും മുന്നിൽ തല ഉയർത്തി, നട്ടലുയർത്തി നിൽക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള രീതിയിലാണ് കരിയർ പരമായിട്ടുള്ള ഉയർച്ച ഈ വ്യക്തിയെ തേടി വന്നിട്ടുള്ളത്. അതൊരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു വാർത്ത എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ പേഴ്സന്റെ ഏറെ കാലത്തെ, ഒരുപാട് കാലത്തെ ഒരു പ്രയത്നമാകാം, ഹാർഡ് വർക്ക് ആകാം. അതാണ് നമുക്കിവിടെ സ്പെഷ്യൽ എനർജി ആയിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള ആ ഒരു അപ്ഡേഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എനർജി. കരിയർ ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് മസ്റ്റായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ശുഭവാർത്ത എന്താണ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു ഹാപ്പിനെസ് പറഞ്ഞു, അത് തന്നെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വലിയൊരു എനർജിയാണ്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് വളരെ ഐശ്വര്യമുള്ളതും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു ശുഭവാർത്തയാണ്. അപ്പൊ ആ ഒരു എനർജിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ
അതിൻ്റെ ഒരു വേറൊരു എനർജി, ഒരു കാർഡും കൂടി എടുക്കുകയാണെങ്കിൽ എന്താണ് വരുന്നത്? യെസ്, ലവ് ആണ്. അതായത് ഫസ്റ്റ് കാർഡിൽ പറഞ്ഞപ്പോൾ അത് നമുക്ക് അത്രയും ഉറപ്പിച്ചു പറയാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈ ഡിനോട്ട് ചെയ്യുന്നതും പ്രണയത്തെക്കുറിച്ച് തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ ഈസിലി ആയിട്ടുള്ള മാനിഫെസ്റ്റേഷനും അട്രാക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. അറ്റ് ദ സെയിം ടൈം ഈ ഒരു മൂന്നാമത്തെ കാർഡ് വളരെയധികം ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്, പ്രണയബന്ധത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് ആ ഒരു ശുഭവാർത്ത, സന്തോഷ വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ റോസ് കോട്ട്സ് വെച്ചിട്ട് ബ്രേസ്ലെറ്റ്സ് അല്ലെങ്കിൽ അത്തരം ക്രിസ്റ്റൽസ് ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാകാം, ഈ റീഡിംഗ് കാണുന്നുണ്ടാകാം. ഓക്കെ, അതിപ്പോ എന്താ പറയാ, നിങ്ങളത് ഡെയിലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കാം. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. ഇത് 100% ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു മേഖലയിൽ തന്നെയാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്കൊരു ലേഡീനെ കാണാം, പൗർണമിയിൽ നിൽക്കുന്ന ചന്ദ്രഭഗവാനെ കാണാം, റോസ് കോട്ട്സ് പിടിച്ചു നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ദിവസങ്ങളിൽ റോസ് കോട്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു. അതിൽ നിങ്ങൾ എന്തൊക്കെയാണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ പ്രണയത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്നാണോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്, നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തിട്ടുള്ളത്, റോസ് കോട്ട്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത്, അതെല്ലാം തന്നെ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് റോസ് കോട്ട്സ്. അതിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ലഭിക്കാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണിക്കുന്നു. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ലവ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു മാറ്റം അത് നിങ്ങളെ മസ്റ്റായിട്ടും തേടി വരുന്നുണ്ട്. കാരണം പ്രണയത്തിൽ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ, ഗുഡ് ന്യൂസ്, ഗ്രേറ്റ് ന്യൂസ്, സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പേടിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതായത് പേടിപ്പിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അത് മേ ബി ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളെ കഷ്ടപ്പെടുത്തുകയും നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള പേടിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. അതിനെയെല്ലാം നിങ്ങൾക്ക് മറികടക്കാനായിട്ടുള്ള കരുത്ത്, ആ ഒരു സ്ട്രെങ്ത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല പേടി മാറി എന്തിനേയും നേരിടാനായിട്ടുള്ള അറിവും കഴിവും തൻ്റെടവുമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുമാത്രമല്ല ഇതിലൂടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഒരു സാധാ രീതിയിലുള്ള നോർമൽ ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോ ഈ ഒരു എനർജിയിൽ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോടുള്ള ആ ഒരു ട്രൂ ഫീലിങ്സിന്റെ എനർജി നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും തിരക്കിലാണെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് പ്രൈവസി ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ ഒരു സാഹചര്യം കിട്ടുമ്പോൾ മാത്രമായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നത് പോലും. അല്ലാത്ത പക്ഷം ഈ പേഴ്സൺ ബിസി ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ പേഴ്സണ് ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഏത് കാര്യത്തിലും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ട്രൂ ഫീലിങ്സ് ആണ്, അതായത് നിങ്ങളുടെ പ്രസൻസ് ആണ് ആളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് രാത്രിയെന്നോ പകലെന്നോ ആ പേഴ്സൺ ഇരിക്കുന്ന സാഹചര്യം ഏതാണെന്നോ ഒന്നും തന്നെ ഇല്ല. അത്രയും ഒരു ഓവർഫ്ലോയിങ് ആയിട്ടുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കാണിക്കുന്നു. ഹാർട്ട് ചക്ര ഓപ്പണിങ്ങും കൂടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാവർക്കും സംഭവിക്കണമെന്നില്ല, ബട്ട് ഹാർട്ട് ചക്ര ഓപ്പണിംഗ് കാണിക്കുന്നു. സോ അതും നിങ്ങൾ എപ്പോഴും ബിവെയർ ആയിരിക്കുക. ഹാർട്ട് ചക്ര ഓപ്പണിംഗ് പേടിക്കേണ്ട ആവശ്യമില്ല, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ലവിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യവും കൂടിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, 2 കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഓപ്പർച്യൂണിറ്റി നോക്സ് ആണ്, ഗോ ഫോർ ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ തീർത്തും നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളെ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു അഭിമാനം തോന്നും. ഓക്കെ, ഞാൻ ഇത്രയും സ്മാർട്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പവർഫുൾ ആയിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് തോന്നും. അങ്ങനെ പ്രൗഡായിട്ടുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ പോകുന്നു, നിങ്ങൾക്ക് അവസരങ്ങൾ വരാൻ പോകുന്നു. അത് പ്രണയ സംബന്ധമായിട്ടാണ്. ഏറ്റവും കൂടുതൽ വഴികൾ തുറക്കപ്പെടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഓപ്പർച്യൂണിറ്റീസ് നോക്സ് എന്നാണ്, അതായത് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്ന് വാതിൽ മുട്ടുന്നത് പോലെ മുട്ടുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്ക് മുന്നിലേക്ക് അവസരങ്ങൾ തുറക്കപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളുടെ ഹാർഡ് വർക്ക്, അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഫലം ലഭിക്കും എന്നുള്ള രീതിയിലേക്കാണ് എന്താണ് ഇതിന്റെ എനർജി വരുന്നത്. ഓക്കെ, അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ്, ഇപ്പൊ ഇത്രയും കാലം നിങ്ങളായിരിക്കാം അവസരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരുന്നതും മറ്റുള്ളവരോട് അപേക്ഷിച്ചിരുന്നതും പുറകെ പോയതും ഒക്കെ നിങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിരിക്കാം എപ്പോഴും ചേസർ ആയിരുന്നത്, എല്ലാവരുടെയും പുറകെ പോകാം, പക്ഷെ നിങ്ങൾക്കൊന്നും കിട്ടില്ല. നിങ്ങൾക്കൊരു അഭിമാനം, അംഗീകാരം അല്ലെങ്കിൽ ഒരു പ്രാധാന്യം ഒന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതെല്ലാം ഇനി നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്നു എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഏഞ്ചലിന്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ആർക്കേഞ്ചൽ ഗബ്രിയേൽ ആണ് കിട്ടിയിട്ടുള്ളത്. മെസ്സഞ്ചർ ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഹോപ്പ് ആണ്. നിങ്ങൾക്ക് വളരെയധികം ഒരു ക്രിയേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെയധികം ഒരു ക്രിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള, അതായത് നിങ്ങൾ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമായിട്ട് വരുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇമാജിനേഷൻ, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് എന്ന് യാഥാർത്ഥ്യമാകും, എന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരും, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു കൊണ്ടേയിരുന്നു. മോട്ടിവേഷൻ ആൻഡ് സ്ട്രെങ്ത് ആണ് നിങ്ങളെ തേടി വന്നിട്ടുള്ളത്. ഓക്കെ, അത് ഈ ഒരു കാർഡിൽ ജസ്റ്റ് ഒരു ഇതുപോലെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചേക്കണത്. ഓക്കെ, ഇപ്പം മിക്ക കാർഡ്സും കാണിക്കാൻ പറ്റുന്നില്ല, അപ്പം അതാണ് ഞാൻ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഞാനത് ഹൈഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാം കേട്ടോ. അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത അങ്ങനെ വരികയാണ്. ഇപ്പം എന്ത് കാണിക്കണമെന്നുള്ള ഒരു പേടിയാണ് നമുക്ക്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്യോർ ആയിട്ടുള്ള എന്താ പറയുക, ഒരു മോട്ടിവേഷൻ ആൻഡ് സ്ട്രെങ്ത് ആണ് ആർക്കേഞ്ചൽ ഗബ്രിയേൽ നിങ്ങൾക്ക് തരുന്നത്. ആർക്കേഞ്ചൽ ഗബ്രിയേൽ മാലാഖയുടെ പ്രത്യേകതയും അത് തന്നെയാണ്. പ്രചോദനം, സ്ട്രെങ്ത്, മുന്നോട്ട് പോകാനുള്ള മനോധൈര്യം. മനസ്സിലായോ? അതുമാത്രമല്ല, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുകയും ഒരു കുട്ടി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളെ കടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ക്ലിയർ കട്ട് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ രണ്ടുപേര് ലവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പം ഏത് ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും മര്യാദക്കൊന്ന് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ലായിരിക്കാം.
പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നു. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഏഞ്ചല് നിങ്ങളെ സഹായിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ആത്മാവും കൂടെ ഒരു കണക്ഷനാണ് അവിടെ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതും ഒരു സ്പിരിച്വൽ ഇംപ്രൂവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ തീർച്ചയായിട്ടും ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ഒരു എനർജിയിൽ നോക്കാം. അതായത് നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ലിബറേഷൻ ആണ്. ദ ഡൗട്ട്സ് ആൻഡ് ഫിയേഴ്സ് സ്റ്റിൽ കം അപ്പ്. യു ഡോണ്ട് ബിലീവ് എനി മോർ ദാറ്റ് ദേ ആർ. അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ, പേടി, മുന്നോട്ട് പോകാനുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. ഓക്കെ, അത് നിങ്ങൾ എത്രമാത്രം പ്രശ്നങ്ങളില്ല, പേടിയില്ല, സംശയമില്ല എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ആകെ ഡെസ്പാണ്. ഓക്കെ, മനസ്സിനൊരു ഇത് കിട്ടാത്ത, പക്ഷെ അതിൽ നിന്നുമൊക്കെ നിങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു തുമ്പി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു തുമ്പി എന്താണ്, ഇതിനെ കൊണ്ട് ആൾക്കാരെ കല്ലെടുപ്പിക്കും അല്ലേ? കല്ലെടുപ്പിക്കും. അതുപോലെ വീടിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അടിച്ചു കൊല്ലും. ഞാനൊക്കെ കൊന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കൊല്ലുന്ന ആൾക്കാരുണ്ട്. അതിപ്പോ പൊതുവെ ഉള്ള ഇത് കൊല്ലുമെങ്കിൽ പോലും ഇതിനെ കൊണ്ട് നമ്മൾ കല്ലെടുപ്പിക്കും. അങ്ങനത്തെയൊക്കെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബട്ടർഫ്ലൈ ആണിത്. വേറെ ബട്ടർഫ്ലൈസിനെ ഒന്നും നമുക്ക് കൈ കിട്ടില്ല അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവർ ട്രീറ്റ് ചെയ്തിരുന്നത്. സെയിം ടൈം ഈ ഒരു തുമ്പിയെ നിങ്ങളായിട്ടാണ് സങ്കല്പിക്കേണ്ടത്. അപ്പോൾ നിങ്ങളെ കൊണ്ടിട്ട് മറ്റു പലവരും പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പല ആൾക്കാരും നിങ്ങളെ കൊണ്ടിട്ട് പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. സോ പക്ഷെ നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ പേടി, നിങ്ങൾക്ക് ലഭിക്കാതെ പോയ പല കാര്യങ്ങളും അതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. സംശയവും പേടിയും എല്ലാം നിങ്ങളെ വിട്ടു പോകുന്നു. നിങ്ങൾക്ക് പല ശാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു, സ്വാതന്ത്ര്യം ലഭിക്കുന്നു. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇത്രേ സാധിക്കുള്ളൂ, നിങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞവരുടെ മുന്നിൽ നിങ്ങൾക്ക് സകല സ്വാതന്ത്ര്യത്തോടു കൂടിയും പുറത്തേക്ക് വരാനും കൂടുതൽ സ്ട്രെങ്തോടു കൂടി പുറത്തേക്ക് വരാനും പറ്റും എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയുന്നതെന്നുള്ളത് നോക്കാം. ലോർഡ് ഗണേശയാണ്, ഇൻഫിനിറ്റ് അബണ്ടൻസ് ആണ്, ഒബ്സ്റ്റാക്കിൾസ് ആർ ബീങ് റിമൂവ്ഡ്, സ്പിരിച്വൽ സപ്പോർട്ട് ആൻഡ് കണക്ഷൻസ് ആർ ഇൻക്രീസ്ഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്, ഗണപതി ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡാം ഷുവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ ഭക്ഷണമൊക്കെ നിവേദിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന, അത് ആത്മീയപരമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ ഒരു കാര്യങ്ങൾ പരമായിട്ടും ഒക്കെ നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ട് ഇവിടെ നിങ്ങളെ വഴി കാണിക്കുന്നത്, നിങ്ങൾ ഏത് മതവും ആയിക്കോട്ടെ, ബട്ട് ഇവിടെ നമുക്കിവിടെ ഗണപതിയുടെ ഒരു എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ലാസ്റ്റ് കാർഡ് നോക്കാം. അതായത് ഇവിടെ ലാസ്റ്റ് ആയിട്ട് ഒരു ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഔട്ട്കം ആയിട്ട് എന്താണ് ഇവിടെ വരാനായിട്ട് പോകുന്നത്? സെൻഷ്വാലിറ്റി ആണ്, ഫെമിനൈൻ വിസ്റ്റം ആൻഡ് പാഷൻ ആണ്. ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു പ്രണയത്തിന്റെ ഈ ഒരു ജേണിയിൽ തീർത്തും സ്ത്രീകളുടെ എനർജിയാണ് കൂടുതലും കാണാനായിട്ട് പോകുന്നത്. അതായത് പുരുഷന്മാർക്ക് വിലയില്ല എന്നല്ല, പക്ഷെ സ്ത്രീകളുടെ എനർജി. അതുകൊണ്ടാണ് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും സ്ത്രീകളുടെ എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വികസിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ
നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ട്രൂ ഫീലിങ്സ്, ഡീപ്പ് ഇമോഷൻസ് നിങ്ങളുടെ പേഴ്സണിലേക്ക് വരുന്നു, നിങ്ങളുടെ എനർജി ഹൈ ആകുന്നു എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒരു ഫൈനൽ ഔട്ട്കം ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഉറപ്പായിട്ടും ഇത് ഭയങ്കര ഒരു പ്രാർത്ഥിച്ച് നേടുക അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് നേടുക എന്നൊക്കെ പറയുന്നതിന് തുല്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ്, ഒരു റീഡിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ തേടിയിട്ട് ആ ഒരു ഇത് വരുന്നുണ്ട്. 1999, ചിത്തിരനാള്, 2025, 1997, ഏരീസ്, കാപ്രിക്കോൺ, ഇതൊക്കെ സോഡിയക് സൈൻസ് ആണ്. ടോറസ്, ജെമിനി, ഫയർ എനർജി, പിന്നെ ഇത് എർത്ത് എനർജി, ജെമിനായി, എയർ എനർജി, വാട്ടർ എനർജി, സ്കോർപിയോ, കാർത്തിക നാള്, പൂരിരുട്ടാതി, ആയില്യം നാള്. ഇത്രയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതെനിക്കൊരു സപ്പോർട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ.